നമസ്കാരം. 2014 മുതൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയോധ്യയിൽ രാമക്ഷേത്രം എന്നത്. അത് 2014 മുതലേ അതിൻ്റെ ഇന്റീരിയർ വർക്കുകൾ, അതിൻ്റെ പേപ്പർ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2019 രാമക്ഷേത്രം എന്ത് വില കൊടുത്തും അയോധ്യയിൽ കൊണ്ടുവരുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. BJP പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാമന്റെ ജന്മഭൂമിയായ അയോധ്യയിൽ രാമക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുകയാണ്. അയോധ്യയിൽ വന്നതിന് ശേഷം വലിയ തോതിലുള്ള ഒരു ഭീഷണി സന്ദേശം അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയോധ്യയിൽ ഇപ്പോൾ കർശനമായ സുരക്ഷയാണ് അയോധ്യയിൽ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോണുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കർശന ചെക്കിങ്ങോട് കൂടിയും വാഹനങ്ങളൊക്കെ വലിയ തോതിൽ ചെക്കിംഗ് നടത്തിയിട്ടാണ്. അതുമാത്രമല്ല, പൂജാരിമാർക്കൊക്കെ ഡ്രസ് കോഡുകളും അയോധ്യയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അയോധ്യയിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഹബ്ബ് നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. NSG സംഘം ജൂലൈ 14 ഇവിടെ എത്തി ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അവലോക യോഗം നടത്തുമെന്നാണ് ഇപ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. NSG സംഘത്തെ ഇവിടെ സ്ഥിരമായി വിന്യസിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പദ്ധതിയിടുന്നത്. 4 ദിവസം അയോധ്യയിൽ തങ്ങുന്ന അവർ രാമജന്മഭൂമിയുടെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷ വിലയിരുത്തും. അതുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് ചെയ്യാനാണ് ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നത്. സംഘം ജൂലൈ 20 വരെ അയോധ്യയിൽ തുടരുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാന വാർത്ത. അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചത് മുതൽ തീവ്രവാദ ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ഭീഷണികളെ നേരിടാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കി വരികയാണ്. 2024 ജനുവരിയിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. പ്രതിദിനം 1 ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടെ ദർശനത്തിനെത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായി ഊന്നൽ നൽകുന്നത്. അയോധ്യയിൽ NSGയുടെ ഹബ്ബ് രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. NSG ഹബ്ബിൽ ബ്ലാക്ക് കാറ്റ് കമാൻഡുകളെ വിന്യസിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് NSG സംഘം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട്. അയോധ്യയ്ക്ക് ചുറ്റുമുള്ള സുരക്ഷയും അവലോകനം യോഗം ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ വാർത്ത. നിലവിൽ രാമനവമി സാവൻ, കാർത്തിക് പരിക്രമ മേളകളിൽ രാമനഗരിയിൽ NSGകളെ വിന്യസിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടുത്തെ ഉത്തർപ്രദേശിലെ ATSനെയും അവിടെ വിന്യസിച്ചിട്ടുണ്ട്. രാമക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല ഇപ്പോൾ SSFന്റെ കയ്യിലാണ്. ഇതിനു പുറമെ CRPFനെയും അവിടെ വിന്യസിച്ചിട്ടുണ്ട്. SSF സൈനികർക്ക് നിലവിൽ NSG തന്നെ പരിശീലനം നൽകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക സേനയുടെ 20 കമാൻഡോകളാണ് നിലവിൽ അയോധ്യയിൽ സുരക്ഷ ഒരുക്കുന്നത്. NSG എത്തുന്നതോടുകൂടി രാമക്ഷേത്രത്തിന്റെ സുരക്ഷ കൂടുതൽ ടൈറ്റ് ആവും എന്നതിൽ യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, അത്യാധുനിക സംവിധാനങ്ങൾ, അതായത് എന്തെങ്കിലും ബോംബ് ഭീഷണി ഉണ്ടായാൽ അത് എങ്ങനെ നിർവീര്യമാക്കാനുള്ള സംവിധാനങ്ങളും, ആകാശത്തു നിന്ന് ഹെലികോപ്റ്റർ ആക്രമണമോ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണമോ ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ അതിനെ നിർവീര്യമാക്കാനുള്ള പല പദ്ധതികളും NSGയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ NSG വരുന്നതോടുകൂടി രാമക്ഷേത്രം മുഴുവൻ, അയോധ്യ മുഴുവൻ NSGയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ ഒരു തീവ്രവാദി ആക്രമണ ഭീഷണി അവിടെ വരില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയത്തിൽ ഭക്തർക്ക് അവിടെ ദർശനം നടത്തേണ്ടതായിട്ട് വരില്ല. സുഗമമായി തന്നെ NSGയുടെ കീഴിൽ സുഗമമായി തന്നെ ഭക്തർക്ക് രാമക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുമെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്.